ഹായ് വ്യൂവേഴ്സ്, ഐ എം ജനുജി. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഏകദേശം 10ഓളം ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഉത്തരവും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് സംഭാഷണം തീരുന്നില്ല, നമുക്ക് സംഭാഷണം നീട്ടിക്കൊണ്ടുപോകണം. അപ്പം നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങളല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കിഷ്ടമുള്ള ചോദ്യങ്ങളല്ല, അവർക്കിഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഒരിക്കലും അവർക്ക് ഇറിറ്റേഷൻ, ഒരു തരം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത, അവരെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊന്നും പോകരുത്. നമുക്ക് സംഭാഷണം ഇങ്ങനെ നീണ്ടു പോകണം. അവർക്ക് അവർ പറയാൻ ഇഷ്ടപ്പെടുന്ന ആ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പം നമുക്ക് സാധാരണ ചോദിക്കാവുന്ന ഒരിതാണ് അവരുടെ ഹോബീസ്. അപ്പോൾ ഹോബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവുകാല വിനോദം എന്നൊക്കെ പറയാം. അത് ഒഴിവ് സമയത്ത്, ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പലപ്പോഴും ചോദ്യം കേട്ട് കാണും, വാട്ട് ആർ യുവർ ഹോബീസ് എന്നൊക്കെയുള്ള ചോദ്യം. വാട്ട് ആർ യുവർ ഹോബീസ്? അതല്ല, ശരിക്കും അവർ ചോദിക്കുന്നത് വാട്ട് ഡു യു ലൈക്ക് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് യു ലൈക്ക് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് യു ലൈക്ക്, എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം, നിങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്നാണ്. അപ്പോൾ വാട്ട് ആർ യുവർ ഹോബീസ് ചോദിക്കാം, പക്ഷെ അതിനേക്കാൾ നല്ല ചോദ്യം വാട്ട് ഡു യു ലൈക്ക് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം എന്നുള്ളതാണ്. വാട്ട് യു ലൈക്ക് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് റീഡിങ്. എനിക്കിപ്പോൾ വായനയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് പറയാം ഐ ലൈക്ക് റീഡിങ് ഇൻ മൈ ഫ്രീ ടൈം. ഐ ലൈക്ക് റീഡിങ് ഇൻ മൈ ഫ്രീ ടൈം. ചില സമയത്ത് എനിക്കിഷ്ടം ഐ ലൈക്ക് സ്വിമ്മിങ്, എനിക്ക് നീന്തലാണ് ഇഷ്ടമെങ്കിൽ ഐ ലൈക്ക് സ്വിമ്മിങ് ഇൻ മൈ ഫ്രീ ടൈം. ചില സമയത്ത് ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ ഇൻ മൈ ഫ്രീ ടൈം. ഐ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ മൈ ഫ്രീ ടൈം. ഐ ലൈക്ക് വാച്ചിങ് TV ഇൻ മൈ ഫ്രീ ടൈം. ഐ ലൈക്ക് ഗാർഡനിങ് ഇൻ മൈ ഫ്രീ ടൈം. എനിക്കിപ്പം വീട്ടിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഐ ലൈക്ക് ഗാർഡനിങ് ഇൻ മൈ ഫ്രീ ടൈം എന്ന് പറയും. അപ്പം നോക്ക്, സന്ദർഭം അനുസരിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ചോദ്യം വാട്ട് ഡു യു ലൈക്ക് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം. അപ്പം നമുക്ക് പുതിയൊരു ചോദ്യം കൂടിയായി, അതിൻ്റെ ഉത്തരവും നിങ്ങൾ പഠിച്ചു. അടുത്തത് നമുക്ക് നമ്മുടെ അംബീഷൻ, അതിനെ ബേസ് ചെയ്ത് ചോദ്യമുണ്ട്. അവിടെയും നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടുകയാണ്, വാട്ട്സ് യുവർ അംബീഷൻ? പക്ഷേ ഇംഗ്ലീഷുകാർ സാധാരണ വാട്ട്സ് യുവർ അംബീഷൻ ഇൻ യുവർ ലൈഫ് എന്നൊന്നും ചോദിക്കാറില്ല. അവരെന്താ ചോദിക്കുകയെന്നറിയോ? വാട്ട് ഡു യു വാണ്ട് ടു ബി? വാട്ട് ഡു യു വാണ്ട് ടു ബി? അതാണ് അവരുടെ ചോദ്യം. വാട്ട് ഡു യു വാണ്ട് ടു ബി? നിങ്ങൾ എന്തായി തീരുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. വാട്ട് ഡു യു വാണ്ട് ടു ബി എന്നാണ്. അപ്പോൾ അവരതിനനുസരിച്ച് ഉത്തരം കൊടുക്കും. വാട്ട് ഡു യു വാണ്ട് ടു ബി? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ടീച്ചർ. എപ്പോഴും അതിൻ്റെ ഉത്തരം വരുമ്പോൾ എ ബെസ്റ്റ് ആയിരിക്കണം, അല്ലാതെ വെറുതെ ഒരു അധ്യാപികയോ ആയതുകൊണ്ട് കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. സോ ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ടീച്ചർ. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് സയൻറ്റിസ്റ്റ്. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ഹോം മേക്കർ. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് കളക്ടർ. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് പോലീസ് ഓഫീസർ. എന്തിലും നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം. വെറുതെ ജീവിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. ഏതാണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്ന ആ മേഖലയിൽ അതെന്തുമാവട്ടെ അവിടെ ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക, അതായിരിക്കണം. അപ്പം നമ്മൾ ആ ഒരു അംബീഷൻ പറയുന്നു. വാട്ട് ഡു യു വാണ്ട് ടു ബി? ചോദ്യം ആൻഡ് ഐ വാണ്ട് ടു ബി, ഉത്തരവും കൊടുത്തു. അപ്പോൾ എത്ര ചോദ്യങ്ങളായി നോക്ക്? 10-12 ചോദ്യങ്ങളായി. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ഓൾഡ് ആർ യു? പക്ഷേ ഇത് സാധാരണ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എത്ര പ്രായമായി എന്നുള്ളത് ചോദിക്കാൻ ആരും ഇഷ്ടപ്പെടാത്ത. പക്ഷേ നമ്മൾ മക്കളോട് ചോദിക്കും, അല്ലേ? മക്കളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഈ ഒരു ചോദ്യം വേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണമല്ലോ. അപ്പോൾ കഴിയുന്നതും ഒരാളോട് അയാളുടെ പ്രായവും അതുപോലെ അയാളുടെ വരുമാനം ചോദിക്കരുതെന്നാണ് പറയുക. പക്ഷെ നമുക്ക് ചോദിക്കേണ്ട സന്ദർഭം വരികയാണെങ്കിൽ ഇങ്ങനെയാണ്. ചോദ്യം എന്താണ്? ഹൗ ഓൾഡ് ആർ യു? വാട്ട്സ് യുവർ ഏജ് എന്ന് ചോദിക്കാം. വാട്ട്സ് യുവർ ഏജ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻ ഹൗ ഓൾഡ് ആർ യു? അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം ഐ ആം 10, ഐ ആം 12, ഐ ആം 30, ഐ ആം 40. ഇങ്ങനെ ഉത്തരം കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വിസ്തീരിച്ച് ഉത്തരം കൊടുക്കാം. ഐ ആം 40 years old, ഐ ആം 30 years old, ഐ ആം 10 years old എന്നൊക്കെ ഉത്തരം കൊടുക്കാം. പക്ഷേ
ഒരിക്കലും ഐ ആം 10 years എന്ന് പറഞ്ഞ് നിർത്തരുത്. അതിൻ്റെ ഒന്നിൽ ഐ ആം 10 എന്ന് പറഞ്ഞ് നിർത്തുക. ഐ ആം 10 അല്ലെങ്കിൽ ഐ ആം 10 years old. ഇങ്ങനെയായിരിക്കണം. അപ്പോൾ ഇത് പൂർണ്ണമാണെങ്കിൽ ഇയേഴ്സ് ഓൾഡും കൂടി ചേർക്കുക. ഇല്ലെങ്കിൽ ഐ ആം 10, ഐ ആം 12 എന്നൊക്കെ ഉത്തരം കൊടുത്താൽ മതി. അപ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഇത് കിട്ടി. അത് തന്നെ ഹൗ ഓൾഡ് ആർ എന്നതിനെ ഒന്ന് ഈസ് ആക്കി മാറ്റിയാൽ, ആറിന് സ്ഥാനത്ത് ഈസ് ആണെങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്രദമാകും. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അല്ല നിങ്ങളുടെ അച്ഛൻ എത്ര വയസ്സുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പം നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ, ഹൗ ഓൾഡ് ഈസ് യുവർ മദർ, ഹൗ ഓൾഡ് ഈസ് യുവർ ടീച്ചർ എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ പഠിക്കണം. ഹൗ ഓൾഡ് ഈസ്. അപ്പോൾ അനേക ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പം നമുക്ക് ചോദ്യങ്ങൾ ഇനി ഒന്നുകൂടി, വാട്ട് ക്ലാസ് ആർ യു ഇൻ? വാട്ട് ക്ലാസ് കുട്ടികളോട് ചോദിക്കുന്ന, പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അല്ല നീ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കണം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സോ വാട്ട് ക്ലാസ് ആർ യു ഇൻ? വാട്ട് ക്ലാസ് ആർ യു ഇൻ? നീ ഏത് ക്ലാസ്സിലാണ്? അപ്പം അതിന് വേറെ അനേകം ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഇത്രയും. വാട്ട് ക്ലാസ് ആർ യു, ഒരു ഇന്നുണ്ട് അവസാനം. വാട്ട് ക്ലാസ് ആർ യു, അതങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. ഐ ആം ഇൻ ദ 5th ക്ലാസ്, ഐ ആം ഇൻ ദ 6th ക്ലാസ്. അതിൻ്റെ ഉത്തരം അങ്ങനെയാണ്. ഐ ആം ഇൻ ദ 5th ക്ലാസ്, ഐ ആം ഇൻ ദ 6th ക്ലാസ്, ഐ ആം ഇൻ ക്ലാസ് 4, ഐ ആം ഇൻ ക്ലാസ് 5 എന്നൊക്കെ ഉത്തരം കൊടുക്കലുണ്ട്. പക്ഷെ കുറച്ചുകൂടി നല്ല ഉത്തരം, കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് ഐ ആം ഇൻ ദ 5th ക്ലാസ്, ഐ ആം ഇൻ ദ 6th ക്ലാസ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ചോദ്യം കൂടിയായി. ഇനി നമുക്ക് നമ്മുടെ ചോദ്യമാണ് വാട്ട്സ് യുവർ ഫേവറേറ്റ്, വാട്ട്സ് യുവർ ഫേവറേറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് വാട്ട്സ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കണം. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? ഏറ്റവും ഫേവറേറ്റ് മീൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിക്കണം. വാട്ട്സ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്? ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിക്കുക. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫിലിം? വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അങ്ങനെ വാട്ട്സ് യുവർ ഫേവറേറ്റ് വെച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ഉപയോഗിക്കാം. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്? വാട്ട്സ് യുവർ ഫേവറേറ്റ് വെജിറ്റബിൾ? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഇങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട്. അത് വാട്ട്സ് യുവർ ഫേവറേറ്റ് വെച്ചിട്ട്. പക്ഷേ വ്യക്തികളെ കുറിച്ച് ചോദിക്കുമ്പം ആ വാട്ട് എന്നതിൻ്റെ സ്ഥാനത്ത് ഹൂ എന്ന് ചോദിക്കാം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് സിംഗർ? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഡാൻസർ? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ? കണ്ടില്ലേ, അതങ്ങനെ ഹൂ ഈസ് വെച്ചിട്ടാണ്. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് റിലേറ്റീവ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധു ആരാണ്? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് വെച്ച് ചോദിക്കാം. ഓക്കെ, ഇനി 2-3 ചോദ്യങ്ങളും കൂടിയാവാം. ഇത് നമ്മൾ ഒരു സൗഹൃദ സംഭാഷണത്തിലാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ യു കോൾഡ് അറ്റ് ഹോം? വാട്ട് ആർ യു കോൾഡ് അറ്റ് ഹോം? വീട്ടിൽ എന്താ വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ യു കോൾഡ് അറ്റ് ഹോം? കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. വാട്ട് ആർ യു കോൾഡ് അറ്റ് ഹോം? വീട്ടിൽ നിങ്ങൾ, കാരണം നമുക്ക് ഒരു ശരിക്കുള്ളൊരു പേരുണ്ടാവും, സ്കൂളിൽ കൊടുത്തിരിക്കുന്ന പേര്. പക്ഷേ നമ്മുടെ വീട്ടിലും അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന പെറ്റ് നെയിം ഉണ്ടാവും. വാട്ട്സ് യുവർ പെറ്റ് നെയിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ അവർ ചോദിക്കുക വാട്ട് ആർ യു കോൾഡ് അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ എന്താണ് വിളിക്കുന്നത്? അപ്പം നമ്മൾ അതിനനുസരിച്ച് ഐ എം കോൾഡ് എന്നെ വിളിക്കുന്നത്. ഐ എം കോൾഡ്, ഫോർ എക്സാമ്പിൾ, ഐ എം കോൾഡ് ചിഞ്ചു. ശരിക്കുള്ള പേര് വേറെ എന്തോ ആണ്, പക്ഷേ ചിഞ്ചു എന്ന് വിളിക്കുന്ന ഓമന പേരാണെങ്കിൽ ഐ എം കോൾഡ് ചിഞ്ചു. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് 2 ചെറിയ ചോദ്യങ്ങൾ കൂടി ആവാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു യു കോൾ യുവർ ഫാദർ? വാട്ട് ഡു യു കോൾ യുവർ ഫാദർ? എന്താ അർത്ഥം? അച്ഛനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഡു യു കോൾ യുവർ ഫാദർ? അപ്പം ചിലവർ അച്ഛൻ എന്ന് വിളിക്കും, ചിലവർ ചാച്ചെന്ന് വിളിക്കും, ചിലവർ ഉപ്പ എന്ന് വിളിക്കും. ഇങ്ങനെ അച്ഛനെ വിളിക്കുന്ന ആ ഒരു പ്രത്യേക ഇതുണ്ടായിരിക്കും. അപ്പം വാട്ട് ഡു യു കോൾ യുവർ ഫാദർ? വാട്ട് യു കോൾ യുവർ മദർ? വാട്ട് യു കോൾ യുവർ സിസ്റ്റർ? വാട്ട് യു കോൾ യുവർ ബ്രദർ? ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഡസ് യുവർ ഫാദർ കോൾ യു? ചിലപ്പം അച്ഛൻ മക്കളെ വിളിക്കുന്ന ഒരു പേര്, അമ്മ വിളിക്കുന്ന വേറൊരു പേരാവും. അതുപോലെ ചിലപ്പം ബ്രദറോ സിസ്റ്ററോ വിളിക്കുന്ന വേറൊന്ന്, സുഹൃത്തുക്കൾ വിളിക്കുന്ന വേറൊന്നായിരിക്കും. അപ്പം യഥാർത്ഥ പേര് അവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ. സോ വാട്ട് ഇസ് യുവർ ഫാദർ കോൾ യു? വാട്ട് ഇസ് യുവർ മദർ കോൾ യു?
വാട്ട് ഡസ് യുവർ ബ്രദർ കോൾ യു? വാട്ട് ഡസ് യുവർ സിസ്റ്റർ കോൾ യു? അപ്പം വാട്ട് ഡു യു കോളിൻ്റെ ആ ഡൂന് പകരം ഡസ് ചേർക്കുക. എന്നിട്ട് യുവർ ഫാദർ, യുവർ മദർ, യുവർ സിസ്റ്റർ ഇങ്ങനെയൊക്കെ ചേർക്കുക. വാട്ട് ഡസ് യുവർ ഫാദർ കോൾ യു? സോ മൈ ഫാദർ കോൾസ് മീ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക? മൈ ഫാദർ കോൾസ് മീ, ആ പേരെന്താണെങ്കിൽ അത് പറയാം. മൈ മദർ കോൾസ് മീ, എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന ഇതാണ്. അപ്പോൾ ആ അമ്മനെ പേര് പറയാം. അപ്പോൾ അവിടെ പെറ്റ് നെയിം എന്നൊരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. ആ പെറ്റ് നെയിമിൻ്റെ സ്ഥാനത്ത് നിക് നെയിം. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് കരുതുക. പെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഓമന പേരാണ്. അത് നിങ്ങളും കൂടി ഇഷ്ടപ്പെടുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഇഷ്ടമുള്ളവർ വിളിക്കുന്ന. പക്ഷേ ഒരു നിക് നെയിം ഉണ്ട്. നിക് നെയിം എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസ പേരാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു വൈകല്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരിക്കും. നമ്മളെടുത്ത് വന്ന ഒരു അബദ്ധമോ എന്തെങ്കിലും ചേർത്തിട്ട് പറയുന്നതായിരിക്കും. അത് കഴിയുന്നത് ഉപയോഗിക്കരുത്. ആരെയും നിക് നെയിം ഉപയോഗിച്ച്, ഇപ്പം ചിലവർ പറയുന്നതാണ് പിന്നെ ഉണ്ടപ്പക്രു എന്നൊക്കെ ഉള്ളതിൽ തടിച്ചുരുണ്ട ഒരാളാണ്. അപ്പോൾ അയാളെ വിളിക്കുമ്പോൾ അതൊരു മോശമാണ്. ആ പേര് നിക് നെയിം കഴിയുന്നത് ആരെയും വിളിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം അയാളുടെ മനസ്സിൽ വല്ലാതെ മുറിവുണ്ടാക്കും. അത് കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണ്. ചിലവരതങ്ങനെ ഉപയോഗിച്ച് അവരുടെ അടുത്ത് വന്ന എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ നിന്നായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ ചിലവർ ഭയങ്കര ഹൈറ്റ് ഉണ്ടാകും, ഭയങ്കര നീർക്കോലിയാണെന്നൊക്കെ പറയും. അത് പക്ഷേ പിന്നീട് എന്താവും, ഇയാളെ തിരിച്ചറിയണമെങ്കിൽ ആ നീർക്കോലി എന്ന് വിളിച്ചാലേ കിട്ടും. പക്ഷെ അതൊരു മോശമാണ്. നെവർ യൂസ് ഇറ്റ്. കഴിയുന്നത് ഓമനപ്പേര് വിളിച്ചോളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരുടെ പരിഹാസപ്പേര് വിളിക്കരുത്. അപ്പം നമ്മളിപ്പോൾ എത്രയായും ഒരു 10-20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെങ്ങനെ പറയും? ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇത് കേട്ടത് കൊണ്ട് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തുരുതുരാ ചോദിക്കുക. ഇംഗ്ലീഷ് തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് പിന്നീട് ആരെ കാണുമ്പോഴും, ഏതൊരു പുതിയൊരാളെ കാണുമ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പം 1 മണിക്കൂറൊക്കെ സുഖമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റും. അവിടെയാണ് നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് ഉപയോഗിക്കണം. എന്തൊക്കെ ചോദിക്കണം, എങ്ങനെയൊക്കെ ചോദിക്കണം എന്നൊക്കെ അറിയണം. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇതിൻ്റെ തുടർച്ചയാണ് ഇനി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യവും ഉത്തരവും ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ശരി, വേറെ ആർക്കാണെങ്കിലും ശരി, വളരെ എളുപ്പമായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.